പ്രസ് പകരം കേരള നിയമസഭ പരിഗണനയിലുള്ള 246 നമ്പർ ബില്ലാണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. 246 നമ്പർ ബില്ലാണ് കേരള നിയമസഭ സ്പീക്കറുടെ അനുമതിയോടുകൂടി കഴിഞ്ഞ ഫെബ്രുവരി 2025 ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബില്ലാണ്. ഇതിന്റെ ആദ്യത്തെ ഡ്രാഫ്റ്റും കാര്യങ്ങളുമാണ് ശ്രീ ഷംസീർ. ഇല്ല, അപ്പൊ ഒരു പ്രസ് നോട്ടിന് പകരം നിങ്ങൾക്ക് ആ ബില്ല് തരുന്നതിന്റെ കാര്യം എല്ലാവർക്കും എല്ലാ വിഷയങ്ങളും അറിയാം. ആ വിഷയങ്ങൾ പരിഗണിക്കണമെന്നുള്ളതുകൊണ്ടാണ്. പ്രധാനമായിട്ട് നമ്മുടെ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒന്ന് ശ്രീ മുകേഷ്, അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. ശ്രീ ജോയ് അറക്കൽ, അദ്ദേഹം മെൻസ് റൈറ്റ് ഫൗണ്ടേഷന്റെ വ്യക്തിത്വമാണ്. വിക്രം ഹോമീസിന്റെ സാദിഖ്, അവരെ ഹോമീസ് എന്ന് പറയുന്നത് ഒരു ആണുങ്ങൾക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു എക്കോസിസ്റ്റമാണ്. നിങ്ങളുടെ ലാപ്ടോപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പുരുഷന്മാർക്ക് ഇനിയും ഒരു ദീപക് സംഭവിക്കണം. നമ്മൾ ഈ പത്രസമ്മേളനം കഴിഞ്ഞ് വാർത്ത കൊടുക്കും പോവുകയും സാധാരണ ദീപക്കുമാരിലേക്ക് ഇത് എത്തണമല്ലോ. അതുകൊണ്ട് ഇനിയൊരു ദീപക് ഉണ്ടാകരുതെന്ന് ഉദ്ദേശിച്ച് അങ്ങനെ ഒരു ഹോമീസ് മെൻ കി ബാത്ത് എന്ന് പറഞ്ഞ് മെൻസ് കമ്മീഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റവും ആപ്പും വെബ്സൈറ്റുമാണ് അതിന്റെ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാനാണ്. 3 കാര്യങ്ങളാണ്, പ്രധാനമായും 3 കാര്യങ്ങളിലേക്ക് ചുരുക്കുകയാണ്. ആദ്യം തന്നെ പത്രസമ്മേളനം തന്ന പ്രസ് ക്ലബിന് നന്ദി. കാര്യം അവർക്ക് ഓൾറെഡി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ വളരെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവർ 11:30 തന്നെ തന്നത്. അതിന് പ്രസ് ക്ലബിന് നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കാര്യം 3,17,070 രൂപ അല്ലെങ്കിൽ 3,17,000 രൂപ നമ്മുടെ ദീപകിന്റെ കുടുംബത്തിന് കൊടുക്കാൻ കഴിയും. ഞങ്ങൾ 1 ലക്ഷം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. 3,17,000 rupees ദീപകിന്റെ കുടുംബത്തിന് ഇന്ന് രാവിലെ ക്യാഷായിട്ടും അതോടൊപ്പം ദീപകിന്റെ അക്കൗണ്ടിലുമായിട്ടും 3,17,000 രൂപ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അത് ഞങ്ങളാൽ കഴിയുന്ന ഒരു പിന്തുണ. നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടാൽ ഒന്നിനും പരിഹാരമാകില്ല. പക്ഷെ നമ്മളാൽ കഴിയുന്ന സാമ്പത്തിക, നമ്മളാൽ കഴിയുന്ന ധാർമ്മിക പിന്തുണ എന്ന രീതിയിൽ 3,17,000 rupees എത്തിച്ചിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ കാര്യം. 2, ജനുവരി 17, അതായത് ജനുവരി 17 ദിവസത്തിന്റെ പ്രത്യേകത പ്രിയപ്പെട്ട ദീപകിന്റെ ജന്മദിനവും നമ്മളെ വിട്ടുപിരിഞ്ഞ ദിനവും ഒന്നാണ്. ആ ദിവസം നമ്മൾ ഇനി കേരളത്തിൽ ദേശീയ തലത്തിൽ ഞങ്ങൾ സംസാരിക്കുന്നു. കേരളത്തിൽ പുരുഷാവകാശ ദിനം എന്ന പേരിൽ, അതായത് ജനുവരി 17 പുരുഷാവകാശ ദിനം എന്ന പേരിൽ ദീപകിന്റെ ജന്മദിനവും ദീപക് നമ്മളെ വിട്ടുപിരിഞ്ഞ ദിനവും എല്ലാ വർഷവും അങ്ങനെ ആചരിക്കാൻ, കാര്യം ഓർമ്മിക്കാൻ വേറെ എന്താ ഉള്ളത്? നമ്മളൊക്കെ ഇത് കഴിഞ്ഞാൽ കൂടി വന്നാൽ 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞ് പോകും. ആ വീട്ടുകാർക്ക് വേറെ എന്തുണ്ട്? നമ്മുടെ എല്ലാം കുടുംബത്തിൽ സംഭവിച്ചൊരു കാര്യം ഓർത്താൽ മതി. ഇത് പലപ്പോഴും പത്രക്കാരോട് പറയുമ്പോഴും മറ്റും അവർക്കതിന്റെ വേദന അല്ലെങ്കിൽ പലപ്പോഴും മനസ്സിലാകാത്തതോ പല ആൾക്കാരും അതിനെ അംഗീകരിക്കാത്തതോ, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ രസമാണ്. പക്ഷെ സ്വന്തം അമ്മയ്ക്ക് ആവുമ്പോഴേ അതിന്റെ വേദന മനസ്സിലാവും. ആരാന്റെ മോൻ കള്ളക്കേസിലോ വ്യാജ പരാതിയിലോ വ്യാജ വീഡിയോയിലോ പെട്ടാൽ നമുക്കത് സംവാദവും ചർച്ചയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാന്നുള്ളതാണ്. ഇത് നമ്മുടെ മക്കൾക്ക് ആർക്കെങ്കിലുമോ നമ്മുടെ സഹോദരനോ വല്ലോ സംഭവിച്ചാൽ മാത്രമേ അതിന്റെ വേദന. നേരത്തെ കുട്ടികൾ ജയന്ത്രൻ അടക്കമുള്ള ആൾക്കാരെ നിങ്ങൾ കാണുകയുണ്ടായി, ശ്രീ അഖിൽ അടക്കമുള്ള ആൾക്കാരെ കാണുകയുണ്ടായി. ജീവിതത്തിൽ അവരനുഭവിച്ച വേദന. അല്ലെങ്കിൽ സുനീർ ഇതേപോലെ തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തതാണ്. അതായത് ഓൾറെഡി 29 വയസ്സ് മാത്രമേ ഉള്ളൂ. വ്യാജ പരാതിയിൽ ആത്മഹത്യ ചെയ്തതാണ്. നമ്മുടെ ആരെങ്കിലും ആവുമ്പോഴാണ് നമുക്ക് ആ പൊള്ളൽ അറിയുക. അപ്പം നമുക്ക് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരെ ഓർമ്മിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമായി ജനുവരി 17 പുരുഷാവകാശ ദിനമായി ആചരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. 3, ഈ ഹോമീസ് ആപ്പ് പോലുള്ള കാര്യങ്ങൾ മെൻസ് കമ്മീഷൻ വളരെ കാര്യമായി പ്രൊമോട്ട് ചെയ്യുകയും ഏതെങ്കിലും രീതിയിൽ പുരുഷന്മാർക്ക് ഒരു എക്കോസിസ്റ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ ഹോമീസ് ആപ്പിന്റെ ഒരു മോഡൽ നമുക്കൊന്ന് കാണിക്കാം. സാദിക്ക് വരാമെങ്കിൽ. സാദിക്ക് ഇതിനു വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. നമ്മൾ ഇന്ന് ടെക്നോളജിയും മറ്റുള്ള കാലത്ത് സാദിക്ക് നടുക്കോട്ട് വരാൻ. എന്താണ് ഒരുപാട് ബ്രീഫായിട്ട് സോ ഒരു വർഷം ഇന്ത്യയിൽ ഏകദേശം 2 ലക്ഷം ആളുകളാണ് സൂസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഈ 2 ലക്ഷം ആളുകളിൽ ഏറ്റവും കൂടുതൽ മെയിൻ സൂസൈഡ് ഉള്ളത് കേരളത്തിലാണ്. ദാറ്റ്സ് എ വെരി ഷോക്കിംഗ് ന്യൂസ് ആക്ച്വലി. സോ 2024 വരെയുള്ള കണക്കാണ്. സോ 2026 കണക്ക് വന്നിട്ടില്ല, 25 കണക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. സോ ഇറ്റ് വിൽ ബി വെരി ഹ്യൂജ്, സംതിങ് അറൌണ്ട് 4 lakhs. ആൻഡ് മെൻ സൂസൈഡ് കമ്പയർഡ് ടു വുമൺ 79% ആണ് കൂടുതൽ. വുമൺസ് അറൌണ്ട് 21% ആണ്. സോ അതിനാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്. ഇറ്റ്സ് കോൾഡ് ഹോമീസ് മെൻ കി ബാത്ത് എന്നാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേര്.
79% പുരുഷന്മാരാണ് ആത്മഹത്യ. നമ്മളിപ്പോ പെർസെന്റേജ് ആണ് ടോട്ടാലിറ്റിയിൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 12 മിനിറ്റായി. ഈ സമയത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏകദേശം 3 പുരുഷന്മാർ ആത്മഹത്യ ചെയ്ത് കാണും, ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത് കാണും. അതാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നൽകുന്ന കണക്ക്. അപ്പം പുരുഷന്മാരുടെ ആത്മഹത്യ എത്ര വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വ്യാജപരാതികൾ മാത്രം കാരണമല്ല, ബാക്കി പല കാരണങ്ങളിലാണ്. ഇപ്പൊ പുരുഷന്റെ മെന്റൽ വെൽബീയിങ്, പുരുഷന്റെ മാനസികമായ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്ക് കണക്ട് ചെയ്യാനും അവർക്കൊരു കമ്മ്യൂണിറ്റിയായി നിൽക്കാനും ഈ ഹോമീസ് മെൻ കി ബാത്ത് അത് പ്രവർത്തിക്കും. നമ്മളിത് മിഷൻ മെൻസ് കമ്മീഷൻ ഇതിന്റെ ഫുൾ കാര്യങ്ങൾ പരിശോധിച്ചു. വളരെ നല്ല ഡിജിറ്റൽ എക്കോസിസ്റ്റമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എൻഡോസ് ചെയ്യുന്നത്. ഭാവിയിൽ അതൊരു സസ്റ്റൈനബിൾ മോഡലിലേക്ക് തന്നെ പോയി ഏതൊരു പുരുഷനും എത്താൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് കരുതുന്നത്. നിങ്ങൾ കൂടി അതായത് ഈ ഇത്രയും ആണുങ്ങളുടെ സൂയിസൈഡിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനപ്പ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് ഞാൻ ആണാണ്, ഞാൻ എല്ലാ പ്രോബ്ലം ഫേസ് ചെയ്യും എന്നൊരു ഇതുകൊണ്ടാണ് അവർ ആരുടെ ഹെൽപ്പ് ചോദിക്കത്തില്ല ആണുങ്ങൾ. സോ ദേ ഫീൽ ജഡ്ജ്മെന്റ്. ഓക്കെ, സോ ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ അനോണിമസ് പ്ലാറ്റ്ഫോം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ ഗൂഗിളിൽ ലോഗിൻ ചെയ്തിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പം ദർ വിൽ ബി 2 സ്റ്റെപ്പ് ഓഫ് വെരിഫിക്കേഷൻ. ഒന്ന് ഫേസ് വെരിഫിക്കേഷൻ. ഫേസ് വെരിഫിക്കേഷനിൽ നിങ്ങൾ ആണാണെങ്കിൽ മാത്രമേ അകത്ത് പോകാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം വോയിസ് വെരിഫിക്കേഷനും ഉണ്ടാവും ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ എ മാൻ. അതിനുശേഷം നിങ്ങൾക്ക് യുണീക്കായിട്ട് ഹോമീസ് ഐ ഡി തരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേറെ ഒരു പേരും ഇടാൻ പറ്റത്തില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം അവിടെ പറയാം. അതാണ് പ്ലാൻ. അതിന് അനോണിമസ് ആയിട്ട് പുരുഷന്മാർ സപ്പോർട്ട് ചെയ്യുന്നതിൽ എക്സ്പേർട്ട് ഹെൽപ്പാണ് വേണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കണക്ട് ചെയ്യുകയും വളരെ അഫോർഡബിൾ ആയിട്ടും സപ്പോർട്ടീവായിട്ടും ചെയ്യും. ദ ഹോമീസ് മെൻ കി ബാത്ത് എന്നാണ് ശ്രീ സദിഖ് അടക്കമുള്ളവരാണ്. അദ്ദേഹത്തിന്റെ കൂടെ വന്ന് വിക്രം അടക്കമുള്ളവർ. ഇതെല്ലാം വലിയ ടെക്നോളജിക്കൽ എക്സ്പെർട്ടീസും വളരെ വർഷത്തെ കോർപ്പറേറ്റ് എക്സ്പീരിയൻസും ഉള്ളവരൊക്കെയാണ്. ഇവർ യഥാർത്ഥത്തിൽ ഒരു സോഷ്യലി സസ്റ്റൈനബിൾ മോഡലിൽ കൂടെ ചെയ്യുന്നത് ഈ വിഷയം അത്ര വലിയ പ്രശ്നമാണെന്ന് അറിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് താങ്ക് യു സദിഖ്. ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പോഴാണ് അറിയാൻ കഴിയുന്നത്. ഞങ്ങളിത് സ്ഥിരമായി ഡീൽ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ സ്ഥിരമായി ഡീൽ ചെയ്യാറ്. അവര് ഇതിനു വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്, ഞാൻ ഇതിനു വേണ്ടി ഹൈദരാബാദിൽ നിന്ന് വന്നതാണ്. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ തിരിച്ചു പോകണം. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്രയും സീരിയസ് ആയ ഒരു പ്രശ്നമുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ വിരുദ്ധമായി പോകുമോ എന്ന് കരുതി പലപ്പോഴും പുരുഷന്റെ കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ വിഷമകരമായ യാഥാർത്ഥ്യം. ഇനി ഒരു കാര്യം കൂടെ വളരെ കാറ്റഗറിക്കലി പറയാൻ ആഗ്രഹിക്കുന്നത്, ആ പെൺകുട്ടിയെ പേര് പറയുന്നില്ല, ദീപകിന്റെ മരണത്തിന് കാരണക്കാരിയായ ഒരു പെൺകുട്ടി, പേര് പറയാത്തത്, ആ പെൺകുട്ടി എവിടെയോ പരാതി കൊടുത്തു എന്നൊക്കെ വാർത്തകളുണ്ട്. അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടിയുടെ പേര് പറയാൻ പാടില്ല എന്ന നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല. ആ പെൺകുട്ടിയുടെ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആരും ഇടുന്നില്ല. ആ പെൺകുട്ടിക്ക് നേരെയും ചില ആൾക്കാർ വളരെ അധിക്ഷേപകരമായി സൈബർ ആക്രമണം നടത്തുകയും ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന വ്യക്തി തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ ബലാത്സംഗം ചെയ്യണം, പീഡിപ്പിക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുകയുണ്ടായി. തികച്ചും അപലപനീയമാണ്, ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെയുള്ളവർക്കെതിരെ നിയമ നടപടി എടുക്കണം. കാര്യം നമ്മളൊക്കെ വളരെ ബുദ്ധിമുട്ടി എന്താ പറയുക മാസങ്ങളോളം ഇതിന്റെ പുറകിൽ നിന്ന് ഏറ്റവും മിതമായി എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് കൊണ്ടുപോകുന്നതാണ്. അവിടെയാണ് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരെയും ഇങ്ങനെ ചെയ്യുന്നവരെയും പീഡിപ്പിച്ചിട്ട് ജയിലിൽ പോകണമെന്നൊക്കെ പറയുന്നത്. അതിനോടൊന്നും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പ്രമുഖ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചൊരു വ്യക്തി കൂടെയാണ്. ഈ പെൺകുട്ടിയും അതേപോലെ ഒരു പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചാണ്. അപ്പോൾ എക്സ്ട്രീം റിയാക്ഷൻസ്, ഇതേപോലെ ചില തീവ്ര ഫെമിനിസ്റ്റുകൾ ദീപക് മരിച്ചത് നന്നായി എന്ന രീതിയിലൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട്. ആരുടെയും പേര് പറയുന്നില്ല, അത് ശരിയല്ല. ഈ തീവ്ര പ്രതികരണങ്ങൾ ദോഷകരമാണ്. അപ്പൊ നമുക്ക് 3 കാര്യങ്ങളാണ് അതിലേക്ക് സംഗ്രഹിക്കാനുള്ളത്. ഞങ്ങളുടെ സമയം കുറവാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. ഒന്ന്, ദീപകിന് ഒരു ഇനീഷ്യൽ ലെവൽ എന്ന രീതിയിൽ 3,17,000 രൂപ എത്തിച്ചു. നമ്മുടെ മലബാർ ഗോൾഡിന്റെ ശ്രീ ഫൈസലേക്ക്, മലബാർ ഫൈസൽ എന്നറിയപ്പെടുന്ന ശ്രീ ഫൈസൽ, അതോടൊപ്പം ഹിലർ അഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം ബിസിനസ് ലൈൻ, അദ്ദേഹം രണ്ടുപേരും ദുബായിൽ നിന്നുള്ളതാണ്. അവരെ രണ്ടുപേരെയും ഞാൻ വളരെ എന്താ പറയുക റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം അടക്കം വളരെ സപ്പോർട്ടീവായിട്ട് വന്നു. ഹിലർ അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹിലർ അബ്ദുള്ളയും ശ്രീ മലബാർ ഫൈസലും സപ്പോർട്ട് ചെയ്ത് 2 ലക്ഷം രൂപയും അല്ലാതെ അവരുടെ അക്കൗണ്ടിലേക്ക് 1,17,000 രൂപയും നമ്മൾ വെച്ച് 3,17,000 രൂപ എത്തിച്ചിട്ടുണ്ട്. ഇനിയും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പുരുഷ ഹെൽപ്പ് ലൈൻ, മെയിൽ ഹെൽപ്പ് ലൈൻ അടുത്ത ആഴ്ചയോടുകൂടി ലോഞ്ച് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു മൊബൈൽ നമ്പർ കാണും, വാട്സപ്പ് നമ്പർ കാണും. അപ്പോൾ ഏത് സമയവും അവർക്ക് വിളിക്കാനും കണക്ട് ചെയ്യാനും കഴിയുന്ന രീതിയിൽ മിക്കവാറും റിപ്പബ്ലിക് ഡേക്കോ അതിൻ്റെ അടുത്ത ദിവസമോ നമ്മളൊരു മൊബൈൽ നമ്പറും
വാട്സപ്പ് നമ്പറും കൊടുക്കുകയും ഇവർക്ക് ഏത് നിമിഷവും അങ്ങനെ സപ്പോർട്ട് എടുക്കാം. ഇവർ വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ ഇവർക്കൊരു ലീഗൽ ഹെൽപ്പിലേക്ക് അല്ലെങ്കിൽ ലൈഫ് ഹെൽപ്പിലേക്ക്. ശരിക്കും സൈക്കോളജിസ്റ്റിനെയാണ് നമ്മൾ വെക്കുന്നത്, പക്ഷേ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നില്ല. ചില ആൾക്കാർക്ക് സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കാൻ ഒരു മടിയാണ്. ഞങ്ങൾക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്നോ അല്ലെങ്കിൽ ജീവിത പ്രശ്നം ഉണ്ടെന്നോ അഡ്മിറ്റ് ചെയ്യാൻ തന്നെ പുരുഷന്മാർക്ക് മടിയാണ്. ഇവിടെയാണ് സാദിക്ക് പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രസക്തമാകുന്നത്. നമ്മൾ ആണുങ്ങളോട് ചെറിയ പ്രായം മുതലേ നീ ആണാണ്, കരയരുത് എന്ന് പറഞ്ഞാണ് വളർത്തുന്നത്. അപ്പോൾ ഈ വിഷമവും വേദനയും ദേഷ്യവും മനസ്സിൽ കടിച്ചു പിടിച്ച് പുരുഷന്മാരുടെ മാനസികാരോഗ്യം നശിക്കുകയും റിപ്രഷനിലൂടെയും സപ്രഷനിലൂടെയും സൂയിസൈഡിലേക്കും മറ്റും പോവുകയും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ പുരുഷന്മാർക്ക് തുറന്നു പറയാനും കരയാനും വിഷമം പങ്കുവെക്കാനും ഒക്കെയുള്ളൊരു ഡിജിറ്റൽ സ്പേസ് ചെയ്യുന്നു. സാദിഖിന്റെ ഹോമീസ് മെൻ കി ബാത്ത് ഉണ്ട്. അതോടൊപ്പം തിരുവനന്തപുരത്തെ റിച്ച് ഇൻ ടെക്നോളജീസ് അവരും ടെക്നോളജിക്കലി ഇതിന് ഹെൽപ്പ് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം 2 കാര്യങ്ങളൂടെ പറഞ്ഞ് നിങ്ങളുടെ ചോദ്യങ്ങൾ എടുത്ത് അവസാനിപ്പിക്കാം. അദ്ദേഹം മരിച്ചിട്ട്, അതായത് നമ്മളെ ദീപക് വിട്ടുപിരിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 3 ദിവസമായി. മുഖ്യമന്ത്രി അടക്കം ഏതെങ്കിലും മുതിർന്ന ഒരാൾ ഇതേവരെ ഒരു അനുശോചനം രേഖപ്പെടുത്തിയായി ഞാൻ കണ്ടില്ല. ഇനി എന്റെ യാത്രയിൽ എന്തെങ്കിലും കാണാത്താണോ എന്നറിയില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്ത്രീ മരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാകാറുണ്ട്, മന്ത്രിമാര് നിലപാട് പറയാറുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു ദൗർഭാഗ്യവശാൽ നമ്മുടെ ഒരു പെൺകുട്ടി മരിച്ചപ്പം അതിശക്തമായ നിലപാടെടുക്കേണ്ട വിഷയം തന്നെയാണ്. ആ പയ്യനെ ചില ആൾക്കാർ ആക്രമിച്ചായിട്ട് നമുക്ക് കാണുകയുണ്ടായി. അങ്ങനെ ദീപക് എന്ന് പറഞ്ഞൊരു വ്യക്തി വ്യാജ വീഡിയോയിലും വ്യാജ പരാതിയിലും മരിച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഒരു അനുശോചനം പോലും പറയാൻ തയ്യാറായില്ല എന്ന് നമ്മൾ മറക്കരുത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം കൊണ്ടല്ല, നമ്മുടെ മുഖ്യമന്ത്രിയാണ്. നമ്മുടെ കേരളത്തിന്റെ വേറെ ആരോട് ചോദിക്കാനാണ്? ഏതെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ നേതാവ് ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞായിട്ട് നിങ്ങൾ കേട്ടോ? സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് സിദ്ദിഖ് അടക്കമുള്ള വളരെ നല്ല നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ടോപ്പിൽ നിൽക്കുന്ന, അതായത് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പാർട്ടി പ്രസിഡന്റുമാർ, ഇവർ നമ്മൾ ആണുങ്ങളുടെ ജീവനും ആ വില കൊടുക്കണ്ടേ? ആണുങ്ങളുടെ ജീവനും ഈ രീതി വില കൊടുക്കണ്ടേ? ഇത് മരിച്ചതൊരു സ്ത്രീ ആയിരുന്നെങ്കിലേ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു പുരുഷൻ ഇതേപോലെ ഏതെങ്കിലും ഒരു വ്യാജ വീഡിയോ കണ്ടന്റും എടുത്ത് അതിൽ വിഷമിച്ച് ആ സ്ത്രീ മരിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പ്രതികരണം, ശരിയായ രീതിയിൽ ഉണ്ടാകേണ്ട പ്രതികരണം എത്രമാത്രമാണ് നമ്മൾ ചിന്തിച്ചാൽ. 2, ബാംഗ്ലൂരിൽ നടക്കം ഒരു സംഘം ഡോക്ടർമാരും മറ്റും വിളിച്ചിടും. അവർ പോലീസുകാരെയൊക്കെ വിളിച്ചപ്പം പോലീസുകാരിൽ നിന്ന് വളരെ നെഗറ്റീവായിട്ട് റിയാക്ഷനാണ് ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ നേരത്തെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ റെനോ അല്ലെ, അദ്ദേഹം അടക്കമുള്ള ആൾക്കാർ ഇവിടെ വന്ന് പറയുകയുണ്ടായി, വേണ്ട രീതിയിൽ പോലീസ് വകുപ്പുകളും മറ്റും ചുമത്തിയിട്ടില്ല. നമ്മുടെ അഡ്വക്കേറ്റ് റിനീഷ് എടുത്താണ്, അദ്ദേഹവും ഇന്നലെ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. പോലീസ് വേണ്ട രീതിയിൽ IT വകുപ്പ് ചുമത്തിയിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. IT വകുപ്പ് അടക്കം ചുമത്തിയിട്ടില്ലെന്നാണ്. അതുകൊണ്ട് നമ്മളുടെ റിക്വസ്റ്റ് ഇത്ര മാത്രമാണ്, ഏത് രീതിയിലാണെങ്കിലും ആ പെൺകുട്ടിയോട് പ്രതികാരം ചെയ്യാനല്ല, പെൺകുട്ടിയോട് നിയമം അനുശാസിക്കുന്ന ശിക്ഷ ആ പെൺകുട്ടിക്ക് കിട്ടണം, അല്ലെങ്കിൽ അതിന് അറസ്റ്റ് ഉണ്ടാകണം. ദീപകിന്റെ കുടുംബത്തിന് ന്യായം വേണം. നീതിയല്ല പ്രതികാരമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ നീതി വേണം, പ്രതികാരം വേണ്ട. ഒരു തരത്തിലുള്ള അമിത റിയാക്ഷനും അല്ല, നിയമം അനുശാസിക്കുന്ന രീതിയിൽ വേണം. പോലീസ് ആ പെൺകുട്ടിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. സമാനമായി മോണിറ്ററിംഗ് പെറ്റീഷനൊക്കെ കൊടുക്കുന്നതിന്റെ കാര്യം നിയമത്തിന്റെ നടപടി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്തരം കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. മോണിറ്ററിംഗ് പെറ്റീഷൻ ഇപ്പോൾ എൻ്റെ പേര് ജോയ് ആർക്കൽ. നമ്മൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായി കാണുന്നില്ല. അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് ചുമ്മാ പൂഴ്ത്തിവെക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പോലീസ് മേലധികാരികൾ മീൻസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറൊക്കെ വളരെ റൂഡായിട്ടാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നവരോട്, അന്വേഷിക്കുന്നവരോട് സംസാരിക്കുന്നത് എന്നുള്ളതിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്ന് 1-2 ദിവസം കൂടെ നമ്മൾ കാത്തിരിക്കും. അത് കഴിഞ്ഞ് പോലീസ് ഇതിൽ ശക്തമായ നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമുക്കറിയാം ആ കുട്ടിയുടെ ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ എക്യുപ്മെന്റ്സ്, ടെലിഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ ബസ്സിന്റെ ആൾക്കാരെ ചോദ്യം ചെയ്തിട്ടില്ല, മൊഴിയെടുത്തിട്ടില്ല. അങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു, വളരെ നിഷ്ക്രിയമായ ഒരു സമീപനമാണ് പോലീസ് നടത്തുന്നത്. അങ്ങനെ തുടരുകയാണെങ്കിൽ മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷന്റെ അഡ്വക്കേറ്റ് റിനീഷ് എടുത്താടൻ, അദ്ദേഹം മുഖേന ഞങ്ങൾ ഒരു മോണിറ്ററിംഗ് പെറ്റീഷൻ കോടതിയിലേക്ക് നിയമപരമായി ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ കേസ് കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മോണിറ്ററിംഗ് പെറ്റീഷൻ കൊടുക്കുന്നതാണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യം കൂടി, ഇതിന്റെ 100-1 ഗ്രാവിറ്റി ഇല്ലാത്ത കേസിൽ എനിക്ക് നോട്ടീസ് പോലും നൽകാതെ എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് എന്റെ ലാപ്ടോപ്പ് എടുത്തോണ്ട് പോയി, മൊബൈൽ എടുത്തോണ്ട് പോയി 16 ദിവസം ഞാൻ ജയിലിൽ കിടന്നതാണ്. വകുപ്പെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ അധിക്ഷേപ പരാമർശം പറഞ്ഞു. കോടതിയിൽ ചോദിച്ചു എന്താണ് അധിക്ഷേപം, അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അധിക്ഷേപ പരാമർശം, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്ന് പറഞ്ഞ് ആണ് കോടതിയിൽ. ഇതാണ് നമ്മുടെ നാട്ടിലെ ബയസ്ഡ് ലോസിന്റെ കാര്യമാണ്. ഇത് തിരിച്ചാലോചിച്ചാൽ മതി. നിങ്ങൾ ഒരു നിമിഷത്തേക്കൊന്ന് തിരിച്ചാലോചിച്ച് നോക്കൂ. ആ വീഡിയോ എടുത്തത് പുരുഷൻ, മരിച്ചത് നാണക്കേടോ അപമാനഭാരമോ വരുന്ന ഒരു സ്ത്രീ മരിച്ചെങ്കിൽ നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി അടക്കം ലവ് യു ടു ദി മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്ന കപ്പുകൾ എടുത്ത് അദ്ദേഹത്തിന്റെ ഐക്യദാർഢ്യം നല്ലതാണ്, അദ്ദേഹം പ്രകടിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ താല്പര്യം. പക്ഷേ അങ്ങനെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ പോലും ആളില്ലെന്നാ പെട്ടെന്ന് മുകേഷിനെ കൂടെ പറഞ്ഞു. മുകേഷ് ഇതേപോലൊരു വ്യാജ പോക്സോ കേസിൽ പെടുകയും അതിൽ പോരാടി വിജയിക്കുകയും ചെയ്ത വ്യക്തിയാണ്. നമസ്കാരം. ഒരുപക്ഷെ ദീപകിന്റെ അത്രയും ഒരു ധൈര്യം എനിക്കില്ലാത്തതുകൊണ്ട് ഈ ആത്മഹത്യയുടെ ഒരു ധൈര്യം വേണം സത്യം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാനിപ്പോഴും നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. കേവലം പൈസയ്ക്ക് വേണ്ടി മാത്രം ഒരു പെൺകുട്ടി 6 മാസത്തിന് മുമ്പ് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു സംഭവത്തിന് മേലിൽ ഒരു കേസ് കൊടുക്കുകയുണ്ടായി. പക്ഷേ എന്തോ ദൈവത്തിന്റെ കയ്യൊപ്പം എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ കാറിന്റെ ഡാഷ് ക്യാമറയിൽ വന്ന കോളിന്റെ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ ശിക്ഷാ കാലാവധി അല്ലെങ്കിൽ മറ്റേ കസ്റ്റഡി കാലാവധിയോ അതുകൊണ്ടല്ലോ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്ന 90 ദിവസം കിടക്കുകയാണ്. ഇപ്പോഴും നിങ്ങളുടെ മുന്നിലിരുന്ന് ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. അപ്പോൾ അത്രയും എന്താ പറയുക, വളരെ കാശിന് വേണ്ടിയും റീച്ചിന് വേണ്ടിയിട്ടും ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ അതിന് പിന്നിൽ ചിലപ്പോൾ ആണുങ്ങളുണ്ടാവാം. അപ്പോൾ അവരുടെ എല്ലാം പ്രേരണ ഉണ്ടാകാം ഇതുപോലുള്ള കേസുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിപ്പം മാധ്യമങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഒരൊറ്റ റിക്വസ്റ്റ് മാത്രം, ആരും അടിപതറി ആത്മഹത്യക്കൊന്നും ശ്രമിക്കരുത്. ഇതുപോലുള്ള സംഭവങ്ങൾ ആർക്കും എപ്പോഴും ഉണ്ടാവാം. എൻ്റെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്ത് ജയിച്ച ആളാണ്. ഫൈറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അറിയാതെ പോലും പല തെളിവുകൾ നിങ്ങളെ കഥ. ഇപ്പം ദീപകിന്റെ കാര്യത്തിൽ പെട്ടെന്ന് ആ വീഡിയോ കണ്ട് പ്രകോപിതനായിട്ടാണ് ദീപക് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ദീപകിനെ രക്ഷപ്പെടുത്താൻ ഒരുപാട് തെളിവുകൾ അതിൻ്റെ അകത്തുള്ള സാക്ഷികളുണ്ടായിരുന്നു, കണ്ടക്ടർ ഉണ്ടായിരുന്നു, മറ്റ് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ CCTV വിഷ്വൽസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ദീപകിന് അനുകൂലമാണ്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ പുള്ളി പെട്ടെന്ന് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ആഘാതത്തിൽ പെട്ടെന്ന് എനിക്കെതിരെയും ആ ഒരു കേസ് വന്ന സമയത്ത് ഒരു 24 hours എങ്കിലും എനിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഓവർകം ചെയ്തത് ഈ പറയുന്ന എൻ്റെ ഭാഗ്യത്തിന് ഈ പറയുന്ന സാധനങ്ങൾ എന്നോട് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ്. ഒരു പക്ഷേ അത്തരം കാര്യങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഞാനും ഇദ്ദേഹം മിഷൻ മെൻസ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് നടന്നപ്പോൾ അദ്ദേഹത്തെ വളരെ എന്താ പറയുക പുച്ഛത്തോടെ കണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഒരു അനുഭവം വന്നപ്പോൾ എന്താണ് മിഷൻ മെൻസ് കമ്മീഷന്റെ ആവശ്യമെന്ന് മനസ്സിലായ ഒരാളാണ്. അതുകൊണ്ട് മാത്രമാണ് മറ്റു തിരക്കുകളെല്ലാം മാറ്റി വെച്ച് അദ്ദേഹത്തോടൊപ്പം തോളോട് തോള് നിന്ന് എപ്പോഴും ഫൈറ്റ് ചെയ്തത്, ഇനി ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിനുവേണ്ടി എല്ലാ എഫേർട്ട് എടുക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ മാധ്യമങ്ങളിലൂടെ ആൾക്കാർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നാൽ ദയവ് ചെയ്ത് നമ്മളെയൊക്കെ ബന്ധപ്പെടുക. അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒരു മെസ്സേജെങ്കിലും അയച്ചാൽ നമ്മൾ റിപ്ലൈ തരാം. കഴിയുന്ന എല്ലാ സപ്പോർട്ടും. ഇപ്പൊ നമ്മൾ രാഹുൽജി നമ്മളൊക്കെ സ്വന്തമായിട്ട് നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള അഡ്വക്കേറ്റ്സിനെയൊക്കെ സൗജന്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, മറ്റു നിയമോപദേശം കൊടുക്കുന്നു. ഇതെല്ലാം നമ്മൾ ഒരു ബോഡി ഉണ്ടായിട്ടോ അതിനൊരു സ്ഥിതി ഉണ്ടായിട്ടോ സെറ്റപ്പ് ഉണ്ടായിട്ടോ എന്നല്ല, നമ്മുടെ പേഴ്സണൽ എഫേർട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദയവേദി നിങ്ങളെ മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു കേസ് വരുമ്പോൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഈ കോഴിക്കോട് പ്രസ് ക്ലബിന്റെ അകത്ത് ഈ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയോ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു റിപ്പോർട്ടറോ ക്യാമറമാന്റെ പേരിൽ ഇതേ സമയത്ത് റേപ്പ് ചെയ്യുന്നൊരു പെൺകുട്ടി കേസ് കൊടുത്താൽ നിങ്ങൾക്കെതിരെ FIR തീർച്ചയായും എടുത്തിരിക്കും കേരള പോലീസ്. നിങ്ങൾക്കെതിരെ വാർത്ത വന്നിരിക്കും, മറ്റു ചാനലുകളിലും നിങ്ങളുടെ സ്വന്തം ചാനലിലും വാർത്ത കൊടുക്കും. അതിനുശേഷമേ നിങ്ങൾ പ്രൂവ് ചെയ്യുള്ളൂ. ഇവിടുത്തെ CCTV വിഷ്വൽസും മറ്റ് സാക്ഷികളെ വിസ്തരിച്ച് ചിലപ്പോൾ 90 ദിവസത്തിന് ശേഷമായിരിക്കും നിങ്ങൾ പ്രൂവ് ചെയ്യുന്നത്. അത് നോക്കില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റി. പക്ഷെ ഞാൻ ഫൈറ്റ് ചെയ്തു. എന്നോടൊപ്പം ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു. എനിക്ക് ഫൈറ്റ് ചെയ്ത് ഞാൻ കോടതിയിൽ എൻ്റെ സാധാരണ ഇത്തരം കേസുകളിൽ മെറിറ്റ് പരിഗണിച്ചിട്ടാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ അങ്ങനെ നിർബന്ധമില്ല. പക്ഷെ എന്റെ കേസിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തരം മെറിറ്റുകൾ പരിഗണിച്ചിട്ട് ഈ ഓഡിയോ റെക്കോർഡിങ്ങും പെൺകുട്ടി കാശ് ചോദിച്ചതിന്റെ റെക്കോർഡ്, പെൺകുട്ടിയുടെ അമ്മ കാശ് ചോദിച്ചതിന്റെ റെക്കോർഡിംഗ് ഒക്കെ വെച്ചിട്ടാണ് എനിക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയത്. പക്ഷേ ക്ലിയർ ആയിട്ട് പ്രത്യേക കാശ് ചോദിക്കുന്നതിന്റെ ഓഡിയോ റെക്കോർഡിംഗ് മുകേഷിന്റെ ഉണ്ടായിരുന്നു. മുകേഷിന്റെ ഭാഗ്യം ഇല്ലെങ്കിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. നിവിൻ പോളി ദുബായിൽ വെച്ച് റേപ്പ് ചെയ്തു എന്നൊരു പെൺകുട്ടി പറഞ്ഞു. നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് കൊച്ചിയിലായിരുന്നു. അതുകൊണ്ട് ആ പെൺകുട്ടി കൊച്ചിയിലായിരുന്നു, നിവിൻ പോളി അറസ്റ്റ് ചെയ്തത്. കാര്യം നമ്മുടെ നിയമം അങ്ങനെയാണ്. അതിന്റെ ഒരു മാറ്റം ഉണ്ടാകണം. സമയത്തിന് പെട്ടെന്ന് കൂടെ പറഞ്ഞു ഇതൊരു ഗ്രേ ഏരിയ പലപ്പോഴും നമ്മൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഒരു ഗ്രേ ഏരിയ ഇതിനകത്ത് ഒരു ഗ്രേ ഏരിയ ഉണ്ട്. നമ്മളിത് അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ എല്ലാ സ്ത്രീകളും മോശമാണെന്നും എല്ലാ പുരുഷന്മാരും നല്ലതെന്ന് പറയുന്നവരല്ല. അതേപോലെ എല്ലാ പുരുഷന്മാരും മോശമല്ല, എല്ലാ സ്ത്രീകളും നല്ലവരുമല്ല. എത്ര വ്യാജ പരാതികൾ നമ്മൾ കണ്ടു. അറിയില്ല, നമ്മൾ ലീഗൽ അഡ്വൈസ് കൊടുക്കും. നമ്മൾ ആരും വന്നാൽ ലീഗൽ അഡ്വൈസ് കൊടുക്കണമല്ലോ. ലീഗൽ റൈറ്റ് എല്ലാവർക്കും ഇല്ലേ? അപ്പൊ അവർക്ക് നിയമത്തിന്റെ സഹായം. അല്ലാതെ എങ്ങനെയാ നമ്മൾ അറിയുന്നത്? നമ്മളല്ലല്ലോ കോടതി.
നമ്മൾ ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു, നമുക്ക് പ്രഥമ ദൃഷ്ടിയാ ശരിയാണ് എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളൊരു ലീഗൽ അഡ്വൈസും മറ്റും കൊടുക്കും. ആ രീതി അല്ലാതെ എങ്ങനെയാ നമ്മൾ അറിയുന്നത്? കോടതി വിധി കൽപ്പിക്കട്ടെ. വേറെ എങ്ങനെ അറിയുക? വേറെ എങ്ങനെയാ നമുക്ക് അറിയാൻ കഴിയുക? അല്ലെങ്കിൽ ഒരു ലീഗൽ സർവീസ് കൊടുക്കാമല്ലോ. അപ്പൊ അവർക്ക് ഒരു നല്ലൊരു വക്കീലിനെ കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് പലരും വക്കീലന്മാര് പലപ്പോഴും ഇങ്ങനെ ഊറ്റാറുണ്ട്. അതായത് നമ്മൾ അതില്ലാതെ എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ വക്കീലിനെ അറേഞ്ച് ചെയ്യും. അതെ. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പല വക്കീൽമാരും നമുക്ക് ഫ്രീ സർവീസ് നൽകുന്നുണ്ട് കേട്ടോ. എല്ലാ വക്കീൽമാരെയും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് പേഴ്സണലായിട്ട് നമ്മൾ വിളിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ അഡ്വൈസ് നമ്മുടെ മുന്നിൽ വരുന്ന പല വിക്ടിംസിനും അല്ലെങ്കിൽ ഇതുപോലെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്ന പലർക്കും ഫ്രീ ആയി സർവീസ് കൊടുക്കുന്ന വക്കീൽമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൂടെ ഞാൻ പറയുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ. അത് പറയുമ്പോൾ പലർക്കും ഈ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ തീവ്ര ഫെമിനിസ്റ്റ് വിഭാഗത്തിന്റെ ഒരു മറുപുറമായിട്ട് മെൻസ് കമ്മീഷനെയോ അല്ലെങ്കിൽ MRF പോലെയുള്ള സംഘടനകളോ ഒന്നും കാണണ്ട. ഞങ്ങൾക്ക് യാതൊരുവിധ സ്ത്രീ വിരോധവും ഇല്ല. പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ ഇവിടുത്തെ തീവ്ര ഫെമിനിസ്റ്റുകൾ നടത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ ദീപകിന്റെ വിഷയത്തിൽ തന്നെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ദീപകത്തിന്റെ മരണത്തെ വളരെ മോക്ക് ചെയ്തുകൊണ്ട് പരിഹസിച്ചുകൊണ്ടും അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടത് നന്നായി പോയി എന്നൊക്കെ പറഞ്ഞ് ആ മരിച്ച വ്യക്തിയെ സമൂഹ മാധ്യമത്തിൽ അവഹേളിക്കുക, അതുപോലെ ആ കുടുംബത്തെ കൂടുതൽ വേദനയിലേക്ക് തള്ളിവിടുന്ന ചില തീവ്ര ഫെമിനിസ്റ്റ് നിലപാടുള്ള വ്യക്തികളുടെ ചില പോസ്റ്റുകളൊക്കെ കാണാനിടയിൽ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ന് പുരുഷ സമൂഹം വളരെയധികം വേദന, എല്ലാവരും ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്നു വളരെയധികം പേർ മാനസികമായും അല്ലെങ്കിൽ സാമ്പത്തികമായും ഒക്കെ പല ചൂഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം പ്രയാസപ്പെടുന്ന പുരുഷന്മാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ വക നിലപാടുകളുമായിട്ട് വരുമ്പോൾ ഒരുപക്ഷെ അവർ പ്രതികരിച്ചു പോയാൽ പിന്നെ അതിന്റെ ഉത്തരവാദിത്തം അവർക്ക് മാത്രമായിരിക്കും. അതുകൂടെ ഞാൻ അവരോട് പറയാണ്. കാരണം ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ അത് കളിയാക്കിക്കൊണ്ട് മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ആ തീവ്ര ഫെമിനിസ്റ്റ് വ്യക്തികളോട് പറയാനുള്ളത്. അവർ പറഞ്ഞ കമന്റ് വായിച്ചാണ്, കമന്റ് പറയുന്നില്ല. അതിന്റെ അർത്ഥം പലപ്പോഴും പീഡിപ്പിച്ചിട്ടില്ലേ, അങ്ങനെ ഒരുത്തൻ മരിക്കട്ടെ എന്നൊക്കെ ഒരാളെ കുറിച്ച് പറയുന്നത് എത്രമാത്രം അധിക്ഷേപകരമാണ്. ആ പറഞ്ഞ ആളുടെ പേര് പോലും പറയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ അമ്മയും സഹോദരനും ഒക്കെ ഇത് വായിക്കുന്നതല്ലേ. നമ്മുടെ മക്കളോ നമ്മുടെ സഹോദരങ്ങളോ മരിച്ചതിന് ശേഷം വേറെ ആരൊക്കെയോ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 1-2 പേര് മരിക്കട്ടെ എന്ന് പറയുന്നത് എത്രമാത്രം. അതെ, ഇനിയും അറസ്റ്റ് ചെയ്യാൻ വേണം കേട്ടോ, അറസ്റ്റ് ചെയ്യാൻ വേണം. പക്ഷെ സ്ത്രീ ആണെങ്കിൽ തെള്ളിപ്പറയാനെങ്കിലും തയ്യാറാണ്. സമയം തന്നതിന് നന്ദി. ഞങ്ങൾ ഇതാണ് പുരുഷ കമ്മീഷന്റെ. അപ്പൊ ആ മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള പോരാട്ടം നിങ്ങൾ തുടരുകയാണ്. നിങ്ങളുടെ പിന്തുണ വേണം. രാജ്യസഭയിൽ ഓൾറെഡി അവതരിപ്പിച്ചു. രാജ്യസഭയിൽ ഡോക്ടർ അശോക് കുമാർ മിത്തൽ എന്ന ആപ്പിന്റെ MP ആണ് അവതരിപ്പിച്ചത്. ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ സ്ഥാപകനും ചാൻസലറുമാണ്. കേരളത്തിൽ നമ്മളാണ് ഇത് ആദ്യം പ്രിപ്പയർ ചെയ്ത് നിയമസഭയുടെ പരിഗണനയിൽ നിയമസഭയുടെ മേശപ്പുറത്തിരിക്കുകയാണ്. കഴിഞ്ഞ 11 മാസമായി 2025 ഫെബ്രുവരിയിൽ ഇതവിടെ എത്തിയതാണ്. ഇതുവരെ അവതരിപ്പിക്കാത്തത് നിങ്ങൾ മീഡിയയെ പേടിച്ചാണ്. മാധ്യമങ്ങൾ ഞങ്ങളെ സ്ത്രീ വിരുദ്ധരെന്ന് ചാപ്പ് കുത്തുമെന്ന് പേടിച്ച് മാത്രമാണ് അവതരിപ്പിക്കാത്തത്. സ്പീക്കർ അനുമതി കൊടുത്ത കാര്യമാണ്. ശ്രദ്ധിക്കണം, സ്പീക്കർ അനുമതി കൊടുത്ത കാര്യമാണ്. അതായത് പ്രാഥമികമായി വെറ്റിംഗ് നടത്തി നിയമസഭാ സെക്രട്ടേറിയറ്റ് 140 MLA-മാർക്കും കോപ്പി കൊടുത്തു. എന്നിട്ടും അവതരിപ്പിക്കാത്തത് മീഡിയക്കാർ സ്ത്രീ വിരുദ്ധമാവും വിചാരിച്ചാൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മെൻസ് കമ്മീഷനെ കുറിച്ച് നിങ്ങളുടെ ചാനലുകളിലടക്കം ഒരു ചർച്ച നടത്തണം. 90% ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും. കാര്യം അത്രമാത്രം പ്രശ്നം ഗ്രൗണ്ടിലുണ്ട്. നമ്മുടെ കോഴിക്കോടുള്ള വ്യക്തികൾ താങ്കളൊന്നും ആദരിക്കുന്നില്ല. സമയമായി പ്രസ് ക്ലബ്ബുകാർക്ക് പ്രത്യേക നന്ദി, സാറിന് പ്രത്യേക നന്ദി. കാര്യം അവർക്ക് ഓൾറെഡി 11 ഉണ്ടായിരുന്നു. ഞങ്ങൾ 15 എക്സ്ട്രാ ചോദിച്ചാൽ എളുപ്പം വേണം. താങ്ക് യു. എല്ലാവർക്കും നന്ദി.